Assalamualaikum warahmatullahi taala wabarakatuh. Bismillah walhamdulillah. Assalatu wassalamu ala ashraf rasulillah ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനം നിറഞ്ഞ ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പ് അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, സൃഷ്ടികളിലെ ഏറ്റവും വിസ്മയമായിരുന്നു മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകം കീഴടക്കാൻ ആ പുണ്യ പ്രവാചകർക്ക് സാധിച്ചിട്ടുണ്ട്. മുത്ത് റസൂലിന്റെ വിനയ പ്രകടമാക്കുന്ന ഏതാനും സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല വേളകളിലും മുത്ത് റസൂലിന്റെ കാലിൽ നീർക്കേട്ട് വീർക്കോലം രാത്രി നിസ്കാരം നിർവഹിക്കുമ്പോൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറുത്തു തന്നിട്ടും പിന്നെന്തിനാണ് പ്രയാസപ്പെടല്? അപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്മയുള്ള അടിമയാവേണ്ടയോ ആയിഷ എന്നായിരുന്നു. തീരുന്നില്ല. ബദറിലേക്കുള്ള യാത്രവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു മൂന്ന് പേർക്കുമുള്ള ഏക ആശ്രയം. തിരുമുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹു, മസ്ഊദ് റളിയല്ലാഹു അൻഹു മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം. തന്റെ ഊഴമെത്തിയപ്പോൾ തിരു സ്വഹാബാക്കൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾ ഊഴത്തിലും അങ്ങ് ഒട്ടകം പുറത്തേക്കുക, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ വിനയത്തിന്റെ സ്വരൂപമായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവനാണ്, മാത്രമല്ല ഞാനും നിങ്ങളെ പോലെ റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നവനാണ്. ഇത്രയും മേൽ വിനയം കൊണ്ട് ജീവിതം ധന്യമാക്കിയ ഒരു ലോക നേതാവ് ലോക ചരിത്രത്തിലുണ്ടോ? സ്വർഗീയ ഉദ്ഘാടകനാണെങ്കിലും അഹങ്കരിക്കാനും മറ്റു പലതുമെങ്കിലും അവിടുത്തെ സദാ വിനയാന്വിതനായി ജീവിച്ചിരുന്നു. അറേബ്യൻ ലോകത്തെ കിരീടം വെക്കാത്ത സുൽത്താനായിട്ടും ചെറുപൂരയിലായിരുന്നു അങ്ങ് ഉറങ്ങിയിരുന്നത്. വിനയം കൊണ്ട് ധന്യമാക്കിയൊരു ജീവിതം ആയിരുന്നു ആ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ആ പുണ്യ പ്രവാചകന്റെ മേലെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ മാർഗ്ഗം പിൻപറ്റി ജീവിക്കാനും അല്ലാഹു